നമസ്കാരം. ബീഹാറിലെ മുഖ്യമന്ത്രിയായ നിതീഷ് കുമാറിനെതിരെ ബി നടത്തിയ പല തന്ത്രങ്ങളുടെയും തെളിവുകൾ, പ്ലാനുകളുടെ തെളിവുകൾ സഹിതം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി നിതീഷ് കുമാറിനെ പരാജയപ്പെടുത്താൻ പരസ്യമായി ചിരാഗ് പസ്വാന്റെ സഹായം തേടിയിരുന്നുവെന്ന് ഐക്യ ജനതാദൾ നേതാക്കൾ തന്നെ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട പൊട്ടിത്തെറികൾ ഇപ്പോൾ അതിശക്തമായി തന്നെ ഇപ്പോഴും പ്രതിഫലിക്കുകയാണ്. ചിരാഗിനെ NDAയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല രീതിയല്ല എന്നുള്ളതും, JDU വേണമോ ചിരാഗ് വേണമോ എന്നുള്ള കാര്യം തീരുമാനിക്കണമെന്നും അത് പറയാനുള്ള ആർജവം, ധൈര്യം നിതീഷ് കുമാർ കാണിക്കണമെന്നുമാണ് ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയായ ലലൻ സിംഗ് പോലും നിതീഷിനോട് ഉപദേശിക്കുന്നത്. RJDയുമായി സഖ്യം ചേർന്നാൽ ഐക്യ ജനതാദൾ ഒരിക്കലും ബീഹാറിൽ നിന്നും തേഞ്ഞുമാഞ്ഞു പോകില്ല. എന്നാൽ BJPയുമായിട്ടുള്ള ഈ ഒരു കൂട്ടുകച്ചവടം അത് എന്നേക്കുമായിട്ടുള്ള ഐക്യ ജനതാദളിൻ്റെ നാശത്തിലേക്ക് കലാശിക്കുമെന്ന് കൃത്യമായി തന്നെ ഐക്യ ജനതാദൾ നേതാക്കൾ തന്നെ ഇപ്പോൾ പാർട്ടി യോഗത്തിൽ തുറന്നടിക്കുകയാണ്. 2025 നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഐക്യ ജനതാദളിനെ തൂത്തെറിയാൻ BJP ഒരുക്കുന്ന ഒരു കെണിയുടെ കൃത്യമായിട്ടുള്ള സൂചന കൂടിയാണ് എന്ന് നിതീഷ് കുമാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 12 MPമാരാണ് JDUവിനുള്ളത്. അതിനകത്ത് 6 MPമാർ BJPയിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ വട്ടം കൂടി ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരാകട്ടെ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അത് അനുകൂലമായാലും പ്രതികൂലമായാലും തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി വിടാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ്. ഒരു പാർട്ടിയിലെ MPമാരിൽ മുഴുവൻ പേരിൽ പകുതിയിൽ കൂടുതൽ പേർ BJPയിലേക്ക് പോയാൽ തീർച്ചയായും അവർക്ക് രാജിവെക്കേണ്ടി വരില്ല. കൂറുമാറ്റ നിരോധന നിയമം അവരെ ബാധിക്കുകയില്ല. 6 കൂടുതലോ പേർ പോയാൽ ഐക്യ ജനതാദളിന് ഉണ്ടാകുന്നത് വലിയ നഷ്ടമായിരിക്കും. ഇപ്പോൾ BJPയുടെ ആ ഒരു തന്ത്രവും അതുപോലെ തന്നെയാണ്. അതിനായിട്ട് ഓരോ MPമാർക്കും കുറഞ്ഞത് 50 കോടിയെങ്കിലും പാരിതോഷികം നൽകാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ പാർട്ടിക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിന് പ്രകാരം ഓപ്പറേഷൻ താമര പോലെ പല സംസ്ഥാനങ്ങളിലും എങ്ങനെയാണോ പാർട്ടി അട്ടിമറി നടത്തുന്നത്, അതേ സംവിധാനം ഇപ്പോൾ നിതീഷിനെതിരെ ഉപയോഗിക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. അതായത് നിതീഷിൻ്റെ പാർട്ടിയിലുള്ളവരെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമങ്ങൾ തുടങ്ങിയിട്ട് നാളുകളേറെയായി. അതായത് ഐക്യ ജനതാദൾ ടിക്കറ്റിൽ നിന്നും ജയിക്കുന്നവരിൽ പലരെയും BJP വളരെ കൃത്യമായി നോക്കി വെച്ചിട്ടുണ്ട്, ഉന്നം വെച്ചിട്ടുണ്ട്. അവർ ജയിച്ചു കഴിഞ്ഞാൽ മൊത്തം കിട്ടുന്നത് ചിലപ്പോൾ 30-35 MLAമാരൊക്കെ ആയിരിക്കാം. കഴിഞ്ഞ തവണ കിട്ടിയതാകട്ടെ കക്ഷി 45 പേരെയാണ്. എന്നാൽ ഇക്കുറിയാകട്ടെ അത്ര പോലും കിട്ടില്ല എന്നുള്ളത് ഐക്യ ജനതാദളിനെ വളരെ വ്യക്തമായി തന്നെ അറിയുകയും ചെയ്യാം. അതിൽ തന്നെ പകുതിയിൽ കൂടുതൽ MLAമാരെ BJPയിലേക്ക് ചാടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങളൊക്കെ നടത്താനുള്ള നീക്കങ്ങളും ഇപ്പോൾ നടത്തുന്നുണ്ട്. ബീഹാറിൽ നിതീഷിനെ പിടിച്ചു തള്ളി താഴെ ഇറക്കി മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയിട്ടുള്ള അമിതമായിട്ടുള്ള ഒരു ആവേശമാണ് BJPക്ക് അവിടെയുള്ളത്. ബീഹാറിലാകട്ടെ ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് തട്ടിപ്പുകളൊക്കെ തന്നെ പലതും BJP നടത്തിക്കൊണ്ടിരിക്കുകയുമാണ്. യുദ്ധ സാഹചര്യത്തെ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്ന് തേജസ്വി യാദവും ലല്ലു പ്രസാദ് യാദവും നിതീഷ് കുമാറിനെ പ്രത്യേകം അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരു സാഹചര്യവുമില്ല. അദ്ദേഹം രാഷ്ട്രീയത്തിലെ അഗ്രഗണ്യനായിട്ടുള്ളൊരു നേതാവാണ്. എങ്ങനെയാണ് BJPയുടെ നീക്കങ്ങളെന്ന് അദ്ദേഹത്തിന് വളരെ വ്യക്തമായി തന്നെ അറിയുകയും ചെയ്യും. എന്നാൽ നിതീഷിൻ്റെ ഇപ്പോഴത്തെ ഈ ശ്രമം അത് വളരെ കൃത്യമായി BJPക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള പണികളും ഇപ്പോൾ നിതീഷ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്.